നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന വനിതകൾ, അത് റാബിഅത്തുൽ അദവിയയാവട്ടെ, സൈനബുൽ ഗസാലിയാവട്ടെ, അതുപോലെയുള്ള ഒരുപാട് സ്ത്രീരത്നങ്ങൾ, മഹിളാരത്നങ്ങൾ, ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മൾ ഓർക്കുന്നവർ, അവരൊന്നും പാചകകലയുടെ വൈദഗ്ധ്യം കൊണ്ടല്ല സമൂഹത്തിൽ പ്രശസ്തരായിട്ടുള്ളത്. അവരവരുടെ ആകാര സൗഷ്ഠവും അംഗലാവണ്യവും പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യ മത്സരങ്ങളിലൂടെ പ്രശസ്തരായവരല്ല. അവരുടെ ആത്മീയ പ്രഭാവം കൊണ്ടും ത്യാഗസന്നദ്ധത കൊണ്ടും സമർപ്പണ ബോധം കൊണ്ടുമാണ് അവരൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തിലും അത്തരം ഉമ്മമാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അത്തരം മാതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിലൊരു പ്രധാനിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പത്നിയായ മാളു ഹജ്ജുമ്മ. ബ്രിട്ടീഷ് സാമ്രാജ്യം നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളെ മലബാറിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിയ ധീരനായ പോരാളി വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി. അവരുടെ പ്രിയ പത്നി അവരോടൊപ്പം നിന്നുകൊണ്ട്, വാരിയംകുന്നന്റെ കൂടെ നിന്നുകൊണ്ട് വേഷപ്രച്ഛന്നയായി ബ്രിട്ടീഷുകാരോട് മുഖാമുഖം പോരാടിയ ധീരവനിതയാണ് മാളു ഹജ്ജുമ്മ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ചിന്തകളുള്ള ഒരു ഉമ്മയായിരുന്നു. പോരാട്ട രംഗത്ത് അവര് ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞത് രാജ്ഞി എന്നാണ്. വിമർശകരായ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് അവരെ രാജ്ഞി എന്നാണ്. മുഖം മറച്ചുകൊണ്ടാണ്, ആളെ അറിയുമെന്ന് വിചാരിച്ചിട്ട് മുഖം മറച്ചുകൊണ്ട് സ്ത്രീയാണെന്ന് അറിയാതിരിക്കാൻ ബ്രിട്ടീഷുകാരോട് തൻ്റെ പ്രിയതമന്റെ കൂടെ നിന്നുകൊണ്ട് പോരാടിയ ധീരവനിതയാണ് മാളു ഹജ്ജുമ്മ. ഒന്നുകൂടി അറിയണം നമ്മൾ, അവർ പോരാട്ട രംഗത്ത് മാത്രമായിരുന്നില്ല. പോരാടുന്ന ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആണുങ്ങൾ രക്തസാക്ഷിയായിട്ട് വീഴും, പക്ഷെ നമ്മൾ പതറിപ്പോവരുത്. നമ്മുടെ വാപ്പയായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താക്കന്മാരായിരിക്കാം, പക്ഷേ ചഞ്ചല ചിത്തരാവരുത് നമ്മൾ. അവരുടെ മയ്യത്തുകൾ മറമാടേണ്ടത് നമ്മളായിരിക്കണം. പുരുഷന്മാര് പോരാട്ട ഭൂമിയിലായിരിക്കും, നമ്മൾ സ്ത്രീകളാണ് ആ ദൗത്യം നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞ് തങ്ങളുടെ സാമൂഹികമായ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു എന്ന് മാത്രമല്ല, അവർ കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പള്ളിക്ക് വേണ്ടി ജീവിതകാലത്ത് 5 ഏക്കർ ഭൂമിയാണ് സംഭാവന ചെയ്തത്. മറ്റൊരു പള്ളിക്ക് വേണ്ടി 8 ഏക്കർ ഭൂമി. സമ്പത്ത് കൊണ്ടും അവർ ജിഹാദ് ചെയ്യുകയായിരുന്നു, ശരീരം കൊണ്ട് മാത്രമല്ല. അവർ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും അറബി സംസാരിക്കുന്നവരുമായിരുന്നു. അവർ മഞ്ചേരി തഹസിൽദാർ ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തവർ കൂടിയായിരുന്നു. മാത്രമല്ല, കരുവാരക്കുണ്ട് പള്ളിയിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. അവിടെ പള്ളി കമ്മിറ്റി കൂടുന്ന സമയത്ത് മറ്റൊരു റൂമിലിരുന്നു കൊണ്ട് ജനവാതിൽ തുറന്നു വെച്ചുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു മാളു ഹജ്ജുമ്മ. അങ്ങനെ അവസാനം അവർ ഈ ലോകത്തോട് വിട പറയുമ്പം എഴുതി വെച്ചത്, മക്കളില്ലാത്ത അവർ എഴുതി വെച്ചത്, എന്റെ സമ്പത്ത് മുഴുവനും പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാളു ഹജ്ജുമ്മ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോരാട്ട മാതാവ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചത് നമ്മൾ അറിയണം. ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും പോരാടിയവർ, സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിന്റെ നേർചിത്രമാണ് കേരളീയരായ നമുക്ക് 1960-കൾക്ക് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞ നാടൻ മലപ്പുറത്തുകാരിയായ മാളു ഹജ്ജുമ്മ ഈ ഉമ്മത്തിന്റെ മുന്നിൽ വരച്ചു തരുന്ന മാതൃകാപരമായ ചിത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട്